ഇനി മറ്റൊരു വാർത്ത കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് കൊലപാതകത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. നേരിട്ട് പങ്കെടുത്തത് 5 വിദ്യാർത്ഥികളാണെങ്കിലും ആസൂത്രണത്തിൽ മറ്റു ചില വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ചില കൊട്ടേഷൻ സംഘവും ചില അധോലോക നായകന്മാരും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഷഹബാസിൻ്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ 5 പേരെ കണ്ടുപിടിച്ചത്. എന്നാൽ ഈ നഞ്ചക്ക് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഉടമകൾ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ടല്ലോ, പറയൂ. SK ഈ നെഞ്ചക്ക് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. ഇനി അത് FSL പരിശോധനയ്ക്ക് അയക്കും. കാരണം ഈ നെഞ്ചക്കിൽ ആരുടെയൊക്കെ കൈപ്പാടുകൾ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ 4 ഫോണുകളാണ് സൈബർ പരിശോധന നടത്തിയത്. ആ ഫോണിൽ നിന്നും, മൊബൈൽ ഫോണിൽ നിന്നും നിർണായകമായ വിവരം, ഇതിലെ ഒരു നെഞ്ചക്ക് കിട്ടിയ പ്രതിക്ക് മാത്രമാണ് സ്വന്തമായി ഫോണുള്ളത്. മറ്റുള്ളവരെല്ലാം അമ്മയുടെ ഫോണും അച്ഛൻ്റെ ഫോണും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ നെഞ്ചക്ക് കിട്ടിയ പ്രതിയുടെ വീട്ടിൽ നിന്നും കിട്ടിയ ഫോൺ, ആ ഫോണിൽ നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. റൂറൽ SP KE ബൈജു ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കാരണം ഈ തെളിവുകൾ, ഇതുവരെ ലഭ്യമായ തെളിവുകളിൽ നിന്നും ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ, ഒരാൾക്കൂട്ട ആക്രമണം നടത്താനുള്ള പ്രചോദനം നൽകലും അതിൽ കൃത്യമായ ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, മുതിർന്ന ചിലർ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തോ എന്നുള്ള സംശയം, അതിൻ്റെ കൃത്യമായ തെളിവെത്തിയിട്ടില്ല. കാരണം ഈ കുട്ടികൾക്ക് രക്ഷാകവചം ഒരുക്കുന്നതിൽ ഇത് വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ മുതിർന്ന 1-2 ആളുകൾക്ക് കൂടി പങ്കുണ്ട് എന്നുള്ള സംശയം കൂടിയുണ്ട് പോലീസിന്. ഏതായാലും പോലീസ് ഒരു സാധ്യതയും വിട്ടുകളയുന്നില്ല. ആ കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണത്തിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ CI IP സായൂജും അതുപോലെ തന്നെ അവിടുത്തെ DYSP സുഷീറും ഇവരെല്ലാം ഒരു സംഘമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂറൽ SP KE ബൈജു ഇതിൻ്റെ ഓരോ ഘട്ടവും ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിൽ ഒരു അണുകിട വിട്ടുകൊടുക്കരുത് എന്നുള്ളത് നിലയിലാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ കേസിനെ വളരെ ഗൗരവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ വൈകാതെ ഉണ്ടാകുമെന്നുള്ളതാണ് SK നമുക്ക് ലഭിക്കുന്ന വിവരം. താങ്ക് യു ദീപക് തർമ്മടം. അബ്ദുള്ള പറയുന്നു, SK എന്താണ് ഈ ജാമ്യമില്ലാ വകുപ്പ് കോടതിയിലെത്തിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്നത്? ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് അന്തിമമായി തീരുമാനിക്കുന്ന കോടതി തന്നെയാണ്. പോലീസിന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് ചാർജ് ചെയ്ത് FIR ഇട്ട് കോടതി കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അന്തിമമായി അത് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് കോടതിയാണ് തീരുമാനിക്കുക.